ഇത് നമ്മുടെ വീട്ടിലത്തെ ഉത്രാടത്തിനിട്ട പൂക്കളാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പൂക്കളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ മേടിച്ചത് അറിയാതെ അച്ഛനും കുറച്ച് പൂക്കളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ എല്ലാ പൂക്കളും കൂടി ചേർത്തിട്ട് നമ്മൾ ഇന്നൊരു അടിപൊളി പൂക്കളിട്ടിട്ടുണ്ട്. ഞങ്ങൾ കുറേ പൂക്കളൊക്കെ റെഡിയാക്കി പൂക്കളിടാൻ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കുറേ നേരമല്ലേ പൂക്കളിടണം, ഇനി നിങ്ങൾ ഇടണ്ട, ഞാൻ പൂക്കളിട്ടോളാം പറഞ്ഞിട്ട് അച്ഛൻ തന്നെ കുറച്ച് പൂവൊക്കെ എടുത്തിട്ട് പൂക്കളിടാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ കൂടെ പോയിരുന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്യാനെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാനൊക്കെ പോയിരുന്ന് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അച്ഛൻ നല്ല വെറൈറ്റി ആയിട്ട് പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കുറേയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരോ ഡിസൈനും കാര്യങ്ങളൊക്കെ അച്ഛൻ കുറേ നോക്കി നിന്നിട്ട് എങ്ങനെ ഉണ്ടാവും, ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് അച്ഛൻ കുറേ നിരീക്ഷിച്ചിട്ടാണ് കേട്ടോ ഓരോ പൂക്കളിടുക. അതുപോലെ തന്നെ പെർഫെക്ഷൻ അച്ഛൻ്റെ മെയിനാണ്. നിന്നിട്ടും ഇരുന്നിട്ടൊക്കെ കുറേ നോക്കിയിട്ടാണ് കേട്ടോ ഓരോ പൂക്കളും മാറ്റി വെക്കണതൊക്കെ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, രണ്ടാളും പൂക്കൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഓണത്തിന്, അതായത് ഉത്രാടത്തിനും തിരുവോണത്തിനും ആ പൂക്കൾ തന്നെ മതി, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പൂക്കളൊന്നും മേടിക്കണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ അച്ഛൻ പൂക്കളിടാൻ കയറിയിട്ട് എല്ലാ പൂക്കളും എടുത്തിട്ട് വന്ന് നമുക്ക് എല്ലാം കൊണ്ട് ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പൂക്കളൊക്കെ ഇന്നത്തെ പൂക്കളത്തിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 2 ദിവസം എത്തിക്കാൻ വിചാരിച്ച പൂക്കൾ അച്ഛൻ ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് പൂവൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ച് നമുക്ക് ഫുൾ എടുത്തിട്ടാണ് കേട്ടോ ഇന്നത്തെ പൂക്കളം കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ കുറച്ച് മേടിച്ച പൂക്കളിൽ കുറച്ച് വെറൈറ്റി പൂക്കളൊക്കെ ഇട്ടുണ്ടായിരുന്നു. അതൊന്നും അച്ഛൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ പൂക്കൾ ഈ കളറും കൊണ്ടൊക്കെ എങ്ങനെയും പൂക്കളിടുക എന്നൊക്കെ ചോദിച്ചിട്ട് ഇവിടെ ഭയങ്കര പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ അച്ഛൻ. അച്ഛൻ പൂക്കളിടുമ്പോൾ നല്ല ഭംഗിയിൽ നല്ല വെറൈറ്റി ആയിട്ടാണ് കേട്ടോ എപ്പോഴും പൂക്കളിടാറ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പൂക്കളം കണ്ടത് വേറിട്ട് അറിയുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ ആരും ഹെൽപ്പ് വേണ്ട പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് തന്നെ പൂക്കളിട്ടുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കൂടെ കുറച്ച് ഹെൽപ്പിനൊക്കെ നിൽക്കണുണ്ടെങ്കിലും അച്ഛനതൊന്നും മൈൻഡ് ചെയ്യണമില്ല കേട്ടോ എന്നെ. എന്നിട്ട് വലിയ കാര്യമായിട്ട് പൂക്കളിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഏകദേശം തീരാനായപ്പോഴേക്കും അച്ഛനെ പണിക്ക് വേണ്ട നേരമായിട്ട് പിന്നെ അങ്ങനെ പൂക്കളൊക്കെ റെഡിയാക്കിയിട്ട് അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് അച്ഛൻ പോകാൻ നിൽക്കണ്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ഇത്രയും പൂക്കളിട്ടില്ലേ പറഞ്ഞിട്ട് ഞാനത് കുറച്ച് ഫിനിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് പൂക്കളൊക്കെ എടുത്തിട്ട് അത് ഫുള്ളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അച്ഛൻ്റെ പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ പിന്നെ പൂക്കളത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തത്. നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടോ പോയത്. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ പൂക്കളൊക്കെ ഇട്ട് എന്തായാലും പണിക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പൂക്കളം ലാസ്റ്റ് ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് പൂവൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും നാളേക്ക് വാടിപ്പോകുന്നുള്ളതുകൊണ്ട് തന്നെ പിന്നെ അച്ഛന് ഇഷ്ടപ്പെടാത്തൊരു പൂവാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും ഞാനത് പൂക്കളത്തിൻ്റെ കൂടെ ഇട്ടിട്ടില്ല, തറേൻ്റെ ചുവട്ടിൽ കൂടെ അതുപോലെ വെതറിയിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് പൂക്കളധികം കളയാതെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെയൊക്കെ ഒന്ന് വെതറിയിട്ട് നമ്മുടെ പൂക്കളെല്ലാം ഇതിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ പൂക്കളത്തിൻ്റെ ലാസ്റ്റ് ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കണം കേട്ടോ. എനിക്കെന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പൂക്കൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മയൊക്കെ വന്നിട്ട് പൂക്കളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനിട്ട പൂക്കളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛമ്മ പറയണം അച്ഛനെ മാത്രമേ അങ്ങനത്തെ പൂക്കളിടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അച്ഛൻ്റെ പൂക്കളം കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് ആൾ. അപ്പോൾ ഞാൻ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.